കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ പോലെ കൊല്ലം ബീച്ചിൽ നിന്ന് നമ്മൾ അടുത്തതായി പോകുന്നത് അടിപ്പനൊരു റെസ്റ്റോറൻറ്റിലേക്കാണ്. കൊല്ലം കൊട്ടാരക്കര റൂട്ട് കല്ലന്താഴ് എന്ന സ്ഥലത്ത് ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ഇതിനൊരു ചെറിയ പ്രത്യേകതയുണ്ട്. റെസ്റ്റോറൻറ്റ് പേരാണ് സിനിമ റെസ്റ്റോറൻറ്റ്. അകത്തൊക്കെ മനോഹരമായ ചിത്രങ്ങളും കാഴ്ചകളും ഒക്കെ ഉണ്ട്. ഫിലിം ഇൻഡസ്ട്രിയുമായിട്ട് ഈ റെസ്റ്റോറൻറ്റിന് പ്രത്യേകിച്ച് യാതൊരു ബന്ധങ്ങളൊന്നുമില്ല. സിനിമ റെസ്റ്റോറൻറ്റ് പേര് വരാൻ കാരണം ഇതിൻ്റെ ഓണേഴ്സിന് വളരെ ഒരു കോർ ഫാനാണ്. ഈ സിനിമയുടെ വലിയ ആരാധകരാണ് ഇതിൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നത്. അതാണ് ഈ റെസ്റ്റോറൻറ്റിന് സിനിമ റെസ്റ്റോറൻറ്റ് എന്ന് പേര് വരാൻ കാര്യം. അങ്ങനെ വെളി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് ക്യാമറയൊക്കെ പിടിച്ചിട്ട് ആശാൻ അവിടെ നിൽപ്പുണ്ട്. അദ്ദേഹത്തെയാണ് നമ്മളിപ്പോൾ കണ്ടത്. പിന്നെ അകത്തോട്ട് കയറുമ്പോൾ വിശാലമായ റെസ്റ്റോറൻ്റാണ്. റെസ്റ്റോറൻറ്റിൻ്റെ ഭിത്തികളെല്ലാം ഈ കണ്ടതുപോലെ ഫിലിമുകളും ക്ലാപ്പ് ബോർഡുകളും സെലിബ്രിറ്റികളുടെ പുതിയതും പഴയതുമായിട്ടുള്ള ആൾക്കാരുടെ പിക്ചറുകളെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരച്ചതുകൊണ്ട് പടങ്ങളെടുത്തതും ഒക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് വിശാലമായിട്ട് കാണാൻ സാധിക്കും ഇവിടെ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ഇതേ കണക്കൊരു റെസ്റ്റോറൻറ്റ് നമ്മൾ കോട്ടയത്ത്, അവർക്ക് ദുബായിലൊക്കെ ബ്രാഞ്ചസുകളുണ്ട്. ആദാമിൻ്റെ ചായക്കട, അതിൻ്റെ വീഡിയോ ഞാൻ ഒരു 3 വർഷം മുമ്പ് ചെയ്തിരുന്നു. അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് പഴയ സാധനങ്ങളാണ് അവർ കൂടുതലും കളക്ട് ചെയ്തിട്ട്, പണ്ട് കാലത്തെ കാളവണ്ടി, അതുപോലെ നമ്മുടെ റാന്തൽ ലൈറ്റുകൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വെറൈറ്റി സംഭവങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ മെനുവാണ്. മെനുവിനകത്ത് കൊടുത്തിരിക്കുന്ന ഓരോ പേരുകൾ ഇൻട്രസ്റ്റിംഗ് ആണ്. കോഴിക്കുള്ളതിന് കൊക്കര കോന്നും, താറാവിന് പൊന്മുട്ടയിടുന്ന താറാവെന്നും, ചെമ്മീനെന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് സിനിമാ പേരുകൾ വെച്ചിട്ടാണ് അവർ ഈ പറഞ്ഞ പേരുകളെല്ലാം ഈ പറഞ്ഞ ഫുഡുകൾക്ക് കൊടുത്തിരിക്കുന്നത്. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയ സംഭവമായിരുന്നു. നമ്മളങ്ങനെ ഓർഡർ ചെയ്തത് നൂൽ പൊറോട്ട, നാടൻ കോഴിക്കറി, ഗാർലിക് ചിക്കൻ, ബീഫ് റോസ്റ്റ്, അതുപോലെ ലാസ്റ്റ് നമ്മളൊരു താറാവിൻ്റെ ഒരു റോസ്റ്റ് മേടിച്ചു. ഫുഡ് അത്ര ഗൂസ് ബംസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ടേസ്റ്റ് തന്നെയായിരുന്നു. ഒപ്പം ഒരു ഗ്രീൻ സാലഡും ഒക്കെ കൂടെ ചേർത്ത് നല്ലപോലെ നമ്മൾ ഡിന്നർ സെറ്റായിട്ട് കഴിച്ചു. നല്ല പഞ്ഞ് പോലത്തെ ഇതായിരുന്നു. എന്തായാലും ഈ നൂൽ പൊറോട്ടയായിരുന്നു. അപ്പോൾ നമ്മൾ ഇടിയപ്പം മേടിച്ചിരുന്നു. ഏകദേശം ഗാർലിക് ചിക്കൻ ഒരു ഇതെന്ന് പറഞ്ഞത് പ്രോപ്പറായിട്ടുള്ളൊരു ഗാർലിക് ചിക്കൻ അല്ല, സെഷ്വാൻ ചിക്കൻ ആയിരുന്നു. ആ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സെഷ്വാൻ ചിക്കൻ്റെ ഒരു ഫ്ലേവർ, ഒരു ആ ഒരു ചില്ലിയുടെ ഒരു എരിവൊന്നും നമുക്ക് ആ ഒരു ഇതിൽ ഫീൽ ചെയ്തിരുന്നില്ല. എങ്കിലും ആവറേജ് ഫുഡ് എന്ന് തന്നെ പറയാം. നല്ല സർവീസായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. വലിയ എക്സ്പെൻസീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം താറാവ് റോസ്റ്റിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ 290 രൂപ. ബാക്കി പോത്ത് റോസ്റ്റ് 210 ഗാർലിക് ചിക്കൻ 260 പിന്നെ അടുത്തത് നമ്മളെ നൂൽ പൊറോട്ടയ്ക്ക് ഒരു പീസിന് 23 രൂപ. അതുപോലെ ഇടിയപ്പത്തിന് ഒരു പീസിന് 10 രൂപ വെച്ചിട്ട് മോള് ഫാമിലിയൊക്കെ എല്ലാവരും കൂടെ ആണ് ഭക്ഷണങ്ങളുടെ ആ ബില്ല് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊസീറ്റോ എന്തോ ഒരു ഡ്രിങ്ക് നമ്മൾ ഓർഡർ ചെയ്തിരുന്നതിന് 40 രൂപ വെച്ചിട്ടൊക്കെ ബില്ല്. അങ്ങനെ ഞങ്ങൾ ഡിന്നറെല്ലാം ഫിനിഷ് ചെയ്തിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ബില്ല് കൊടുക്കുന്ന ആ ഗ്യാപ്പിൽ എൻ്റെ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകളും കൂടെ സംസാരിക്കുന്ന ആ ഒരു ചെറിയ പീസാണ് നിങ്ങളിപ്പോൾ കണ്ടത്. രണ്ടുപേരോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ കൗതുകം തോന്നി. എന്താണോ
സംസാരിച്ച വിഷയം നമുക്കറിയില്ല. ഒരാൾക്ക് 4 വയസ്സും ഒരാൾക്ക് 3 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. എന്തൊക്കെയോ കാര്യമായ ചർച്ചകളിലാണ് രണ്ടുപേരും കൂടെ. അതിനുശേഷം നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഗ്രൂപ്പായിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. അതാണ്ട് തൊട്ട് ബാക്കിലേക്ക് കാണാൻ പറ്റുന്നുണ്ട് നസീർ സാറിൻ്റെയും മമ്മൂട്ടി, മോഹൻലാൽ, ഒരുവിധപ്പെട്ട എല്ലാ നടന്മാരെയും നടിമാരെയും ഡയറക്ടർമാരെയും മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയും ഒക്കെ ഫോട്ടോസ്, അതുപോലെ ഫിലിം ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല പല സംഭവങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ഇവർക്ക് ഭയങ്കര ക്രേസാണ് ഇതിൻ്റെ ഓണേഴ്സിന്. എനിക്ക് ഡയറക്റ്റ് ഇവരോട്ട് കണക്ഷനൊന്നുമില്ല, എങ്കിൽ പോലും അവിടുത്തെ വെയിറ്ററോട് ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ച കാര്യങ്ങളാണ്. അവർ അത്രത്തോളം ദേ ആർ റിയലി ക്രേസി അബൌട്ട് ദ മൂവി.